ദൈവമുണ്ട്, ദൈവത്തിന് ശക്തിയുണ്ട് എന്ന് പറയുന്നത് പച്ചക്കളവല്ല. നോക്കൂ, ദൈവം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. രാഹുൽ മാങ്കൂടത്തിനെ കളിയാക്കി ചിരിച്ച, പൈസക്ക് വേണ്ടി ഇല്ലാത്ത വാർത്ത കൊടുത്ത റിപ്പോർട്ടർ ചാനലിനും അരുൺകുമാറിനും 8ന്റെ പണി വരുന്നു എന്നാണ്. ഇത് ഞാനല്ല പറയുന്നത്, കോടതിയാണ് പറയുന്നത്. കോടതി പറഞ്ഞ വാർത്തയുടെ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാനിപ്പോൾ പ്ലേ ചെയ്തുതരാം. അതായത് അരുൺകുമാറിനെ ഉടൻ ചിലപ്പോൾ ചോദ്യം ചെയ്യാനടക്കം വിളിക്കും, റിപ്പോർട്ടർ ചാനലിനെ വിലക്കടക്കം ഏർപ്പെടുത്തുമെന്നാണ് കോടതി പറഞ്ഞത്. ഇല്ലാത്ത വാർത്ത, കള്ള വാർത്ത പൈസക്ക് വേണ്ടി എന്തിനു കൊടുക്കുന്നു? ഞങ്ങൾ രാഹുൽ മാങ്കൂടത്തിന് ജാമ്യം കൊടുക്കും, ഞങ്ങൾ ദിലീപിന്റെ കേസിൽ വിധി പറയും, അതൊക്കെ ഞങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതിനെ എതിർത്ത് സംസാരിക്കാൻ അരുൺകുമാറിനും സുജിയ പാർവതിക്കും ആരാണ് ലൈസൻസ് കൊടുത്തത് എന്നാണ് കോടതി ചോദിച്ചത്. ആ ചോദിക്കുന്ന വാർത്തയുടെ ക്ലിപ്പ് ഉണ്ട്, അത് ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. അതിനു മുമ്പ് ഇന്നലെ രാഹുൽ മാങ്കൂടത്തിൽ, അതായത് ചായ കുടിച്ചൊക്കെ നല്ല മാസ് കാണിച്ചല്ലോ, അതിനെക്കുറിച്ച് ഒരു പയ്യൻ അരുൺകുമാറിനെ തെറിവിളിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ. വിവാദമാണ്. അരുൺകുമാർ ആ പയ്യനെതിരെ കേസ് കൊടുക്കണമെന്നാണ് കുറെ പേര് പറഞ്ഞത്. എന്താണ് ആ പയ്യൻ പറഞ്ഞത്? അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, തടിക്കള്ളന്റെ ചാനൽ വാർത്തയിൽ വന്ന ഒരു സ്റ്റിക്കർ, രാഹുൽ മാങ്കൂട്ടം വോട്ട് ചെയ്യാൻ പാലക്കാട് എത്തി, കാറിന്റെ പിന്നിൽ കോഴിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചു CPM പ്രവർത്തകർ. എന്നാലൊരു വല്ലാത്ത ഘട്ടമായി പോയല്ലോ. റിപ്പോർട്ടർ ചാനൽ നിങ്ങൾ പോയിട്ട് ആ കോഴി ജെട്ടിയിട്ടുണ്ടോ നോക്കി, ഇനി അത് തൂറി കാറിന്റെ തറയിലിട്ടിട്ട് ഇനി അത് നാളെ വാർത്തയായിട്ട് നിങ്ങൾ വരണ്ടല്ലോ. അതുകൊണ്ട് അതും കൂടെ ഒന്ന് നോക്ക്. എന്നാലും ഒന്ന് നോക്കിക്കോണം. രാഹുലിന്റെ ഭാഗ്യം, രാഹുലിനെ തപ്പി രാപ്പകലില്ലാതെ ഓടി കിടന്ന പോലീസുകാർ ഇപ്പൊ എസ്കോർട്ട് കിടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്. വാ തോരാതെ 24 മണിക്കൂർ രാഹുലിനെ മൊന്നെ കരളെ പൊന്നേന്നും പറഞ്ഞ് പൊക്കി നടത്തിക്കൊണ്ടിരുന്ന ഇല്ലെങ്കിൽ മാപ്പിളമാരുടെ മുമ്പിൽ വെച്ച് ഒരു ചായ കുടിച്ചു. ഒരു ചായ എന്നാ നിന്നെ പൊക്കി പറഞ്ഞ രാഹുല നീ അവർക്ക് കൂടെ ഒക്കെ മേടിച്ചു കൊടുക്കാൻ തരുന്നു. വല്ലാത്ത കഷ്ടമായി പോയല്ലേ ഇങ്ങനൊക്കെ ചെയ്യുന്നത് നീ. എന്നാലും ആ ചായ കുടിച്ചിട്ടേ അവരെ ഒരു ആക്കുന്നോടെ കൊണ്ടല്ലേ, എന്തോ ഒരാക്ക് ആ ചായ ഒരു കടി നീട്ടി അല്ലേ. രാവിലെ നീ ഇങ്ങനൊന്നും കാണിക്കരുത് കേട്ടോ. ഏതോ എന്തോ ചാനലുകാരെടുത്ത് കണ്ട് വെറുപ്പുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്നെ ഇത്രയും പുകഴ്ത്തി പറഞ്ഞതില് രാഹുലിന് എന്തോ സന്തോഷം മാതിരി ഇങ്ങനൊന്നും ചെയ്യരുത്. അവര് പാവല്ലേ, ഒന്നിലേലും നേരം വെളുത്തിട്ട് എങ്ങനെയൊക്കെ ഇറങ്ങി എവിടുന്നേലൊക്കെ ഒന്ന് ഉള്ളിപ്പറങ്ങി 10 രൂപ അരി മേടിക്കാൻ നടക്കുന്നില്ല. പ്രത്യേകിച്ച് ആ റിപ്പോർട്ട് ചാനലിൽ ഇതേന്നും പറഞ്ഞ നിന്റെ പുറകെ നടക്കുന്നത്, ആ ക്യാമറയെ നോക്കിക്കൊണ്ട്. എങ്ങോട്ട് പറ്റിയാലും ഒരു ട്രോൺ കൂടെ വിടാൻ പറ്റില്ല, നീ ഏത് മൂലയാന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ അതിന് പോലും ഇല്ലാതെ നടക്കുന്നത്. കഷ്ടം. ഒരു ചായയും കൂടെ ഒക്കെ അവർക്ക് മേടിച്ചു കൊടുക്കുമായിരുന്നു. എന്തായാലും സത്യങ്ങൾ ഏതാണ്ട് ഏകദേശമൊക്കെ മനസ്സിലായി വരുന്നു. കോടതി തന്നെ ജാമ്യം കൊടുത്തും കാര്യങ്ങളും കൊടുത്ത് എന്തായാലും രാഹുല് പുറത്തിറങ്ങി. എന്തൊക്കെയായിരുന്നു ഇവിടെ. എന്ത് ക്ലിയർ ആണല്ലേ പയ്യൻ പറഞ്ഞത്. ഇതിന്റെ താഴെ കമ്മികൾ, അതായത് ഇങ്ങനെ നമ്മൾ വിമർശിച്ചു കഴിഞ്ഞാൽ കമ്മികൾ എന്ത് ചെയ്യും? അതിനെ കമ്മികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അയക്കും. കമ്മികൾ ഈ പയ്യന് തെറിവിളിക്കുകയാണ്. കമ്മികൾ കുറെ പേര് പറയുന്നത്, എന്റെ മൊട്ട ഏട്ടാ കേസ് കൊടുക്കണം, അരുൺകുമാർ ഏട്ടാ ഇവന് കേസ് കൊടുക്കണേ, ഏട്ടാ 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 വിളിക്കുക. നാണമുണ്ടോ? അതായത് ഇല്ലാത്ത കേസിന് പൈസക്ക് വേണ്ടി വിഷം തുപ്പിയ അരുൺകുമാറിനെ ഇങ്ങനെയല്ലാതെ വേറെ എന്താണ് കൊടുക്കേണ്ടത്? ഇത് ഞങ്ങളൊന്നുമല്ല പറയുന്നത്, കോടതി പറയുന്ന ന്യൂസിന്റെ ക്ലിപ്പ് ഉണ്ട്, അത് ഞാൻ പ്ലേ ചെയ്യാം. ഓക്കെ, അതിനു മുമ്പ് അടുത്തൊരു പയ്യനും കൂടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് അത് ചർച്ചയാകുന്നു. നിങ്ങൾ ഈ നാണം കെട്ട കേസൊന്നും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടൻ ചെയ്തത് നാണം കെട്ട കേസ്. ഇവരൊക്കെ പണ്ട് ചെയ്തു കൂട്ടിയതാ. KV ഗണേഷ് കുമാർ MLA-യും ഇവരും തമ്മിൽ പ്രണയത്തിലാകുന്നു. അന്ന് യാമിനി തങ്കച്ചൻ ഗണേഷ് കുമാറിന്റെ ഭാര്യയാണെന്ന് ഓർക്കണം. ഈ സമയത്ത് ഈ സ്ത്രീയുമായി നിരന്തരമായി ഫോണിൽ ബന്ധപ്പെടുന്നു. അങ്ങനെ അവർ ഗണേഷ് കുമാറുമായി പ്രണയത്തിലാകുന്നു. 2009 ഓഗസ്റ്റിൽ ഗണേഷ് കുമാറിൽ നിന്നും ഈ പരാതിക്കാരി ഗർഭിണിയാകുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഗണേഷ് കുമാർ തല്ലുകൊള്ളുന്നത് എന്ന് നമ്മൾ മറക്കരുത്. ഞാനും ഗണേശൻ തമ്മിൽ 2005 തുടങ്ങിയ റിലേഷനാണ്. യുവമാരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. എന്ത് തെണ്ടിത്തരം കാണിച്ചിരുന്നാലും ഒരു ഉളുപ്പുമില്ലാതെ മീഡിയക്ക് മുന്നിൽ വന്നു നിന്ന് ന്യായം പറയുന്നതിന് ആദ്യം സ്വയം നന്നായിട്ട് പോരെ മറ്റുള്ളവരുടെ കുറ്റം പറയാൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്നിട്ട് പിറകിൽ നിന്ന് ചതിച്ച ഇങ്ങേര്, ഒരു ഭാര്യ ഉണ്ടായിട്ട് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം പുലർത്തിയ ഇങ്ങേര്, എന്ത് യോഗ്യതയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറ്റം പറയാൻ? പൊന്നുപ്രേക്ഷകരെ, ഇതൊക്കെ ചോദിച്ചല്ലേ മേടിക്കുന്നത് ഗണേഷ് കുമാർ. ഇവറ്റകൾ, അതായത് വൃത്തികെട്ടവന്മാരാണ് ഗണേഷ് കുമാർ. ഒക്കെ അവന്റെ ഉള്ളിലിരിപ്പ് ഇങ്ങനെയാണ്. അതിനുശേഷം കുറ്റം ചെയ്യാത്ത രാഹുൽ മാങ്കൂടത്തിനെ വെറുതെ മാധ്യമത്തിന് മുമ്പിൽ നാറിക്കുകയാണ് നാണമില്ലാത്ത ഈ പറയുന്ന ഗണേഷ് കുമാർ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന ഈ മൊട്ടക്ക് പണി കിട്ടിയ വാർത്തയുടെ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഇന്ന് വാദം നടക്കുന്നതിനിടെ, ശിക്ഷയെക്കുറിച്ചുള്ള വാദങ്ങൾ നടക്കുന്നതിനിടെ, പ്രതികളെ കേൾക്കുന്നതിനിടയ്ക്ക് ജഡ്ജി ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ആദ്യം മാധ്യമങ്ങൾക്കൊരു താക്കീതായിരുന്നു. റിപ്പോർട്ടിംഗ് കോടതിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലോ കോടതി നടപടികൾ തെറ്റായി നൽകുന്ന രീതിയിലോ ആയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ്
കോടതി നൽകിയത്. ഓക്കെ, ഇത് റിപ്പോർട്ടർ ചാനലിനോടാണ് പറഞ്ഞത്. അതിന് മെയിനായിട്ടും റിപ്പോർട്ടർ ചാനലിന്റെ പേരെടുത്താണ് പറഞ്ഞത്. അതിന്റെ ബാക്കിയും കൂടി ഭാഗം ഞാനിപ്പോൾ പ്ലേ ചെയ്തുതരാം. ഒരു കാര്യം പറയുകയാണ്, ഇപ്പോൾ എനിക്കെതിരെ ഒരു പെണ്ണ് പീഡിപ്പിച്ചു, അങ്ങനെ എന്തെങ്കിലും ഒരു മണ്ണാങ്കട്ട കേസ് കൊടുക്കുകയാണ്. മാധ്യമങ്ങൾ റേറ്റിങ്ങിന് വേണ്ടിയും പൈസക്ക് വേണ്ടിയും ഞാൻ പീഡനവീരനെന്ന് പറയുകയാണ്. ഞാൻ കോടതിക്ക് പോവുകയും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് കോടതിയുടെ മുമ്പിൽ ഞാൻ തെളിവ് കൊടുക്കുകയാണ്. അതിനുശേഷം കോടതിക്ക് മനസ്സിലാവുകയാണ് ഞാൻ തെറ്റുകാരനല്ല എന്ന്. അതിനുശേഷം മാധ്യമങ്ങൾക്ക് കോടതിയെ ചോദ്യം ചെയ്യാനുള്ള എന്ത് അധികാരമാണുള്ളത്? ഇത് ദിലീപിന്റെ കേസിലാണ് ഇങ്ങനെ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അതായത് 8 വർഷം റേറ്റിങ്ങിന് വേണ്ടി. ഇപ്പോൾ ഞാൻ ദിലീപിന് പേഴ്സണൽ സപ്പോർട്ട് കൊടുക്കില്ലായിരുന്നു. എങ്ങനെയാണ് ഞാൻ കൊടുത്തത്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇവർ വെറുതെ വാർത്ത കൊടുക്കുന്നില്ലേ, അതുപോലെ ദിലീപിനെ ഇവർ റേറ്റിങ്ങിന് വേണ്ടിയിട്ടും പൈസക്ക് വേണ്ടിയിട്ടും ദിലീപിനെയും അങ്ങനെ കൊടുക്കാൻ വേണ്ടി വാർത്ത കൊടുത്തത് എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. ഇപ്പോഴല്ലേ നമുക്കറിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവർ വെറുതെ വിടുന്നുണ്ടോ? ഇല്ല. അതുപോലെ ദിലീപിനെയും ഇവർ വേട്ടയാടി എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു കോടതി എന്ന് പറയുന്നത് ചില്ലറ കാര്യമാണോ? ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വെറുതെ വിട്ടാൽ 8ന്റെ പണി കിട്ടും. അതിനെ എത്ര ഡൽഹിയിലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് വിചാരിച്ചത്? ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ ജാമ്യം കൊടുക്കുന്ന പോലെ അല്ല. കോടതി പഠിച്ചിട്ടാണ് കേസ് നോക്കുകയാണ്. ഇവിടെ ദിലീപിന്റെ കേസിലായാലും മതിയായ തെളിവില്ല, ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ മൊട്ടക്കും സംഘത്തിനും ദിലീപ് കുറ്റം ചെയ്തു എന്ന് പറയുന്ന എന്ത് അധികാരമാണുള്ളത്? ഓക്കെ, നമുക്ക് വാർത്തയുടെ ബാക്കി കൂടി കിടന്നു നോക്കാം. അതെ, കോടതി ചേർന്നപ്പോൾ തന്നെ കോടതി വ്യക്തമാക്കിയ ഒരു കാര്യം, നിങ്ങൾക്ക് അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിനെ, ഹണീം വർഗീസിനെ വിമർശിക്കാൻ കഴിയും. അവരുടെ ഒരു ഭൗതിക സാഹചര്യങ്ങളും ഭൂതകാലം അടക്കം നിങ്ങൾക്ക് പരിശോധിക്കാം. പക്ഷേ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അത് വക്കീലന്മാരായാലും റിപ്പോർട്ടർമാരായാലും ജേർണലിസ്റ്റുകളായാലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ കോടതിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ആവരുത്. മറുപക്ഷം ഈ വ്യക്തിപരമായിട്ടുള്ള ഒരു വിമർശനങ്ങളെ നടത്തിക്കൊള്ളൂ. പക്ഷേ കോടതി പ്രൊസീജിയറിനെ, കോടതി ഡെക്കോറത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോരുന്ന മുന്നറിയിപ്പോടെയാണ് ഇന്ന് കോടതി തുടങ്ങിയതെന്ന് പറയണം. 100% ശരിയാണ്. ആരാണ് അധികാരം കൊടുത്തത്? ഞാൻ പേഴ്സണലി മുംബൈയിലാണ് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ഹിന്ദി വാർത്ത അധികം കാണുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ട് ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മലയാളം നിങ്ങൾ സംസാരിക്കുന്ന പോലെ അച്ചടിച്ച് സംസാരിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഒരു മാധ്യമവും ഇങ്ങനെ പറയില്ല. കോടതി വിധിയെ ഹിന്ദി മാധ്യമങ്ങളിലൊന്നും ഒരൊറ്റ മാധ്യമം പോലും കോടതി വിധിയൊക്കെ പുച്ഛികളില്ല. അത് ഭയങ്കര പ്രശ്നവും. ഇവിടെ മലയാളികൾ, കേരളമായതുകൊണ്ടാണ് ഇവിടെ വലിയ പ്രശ്നമാവുന്നത്. എല്ലാവരും മലയാളികളായതുകൊണ്ട് മലയാളികൾക്കൊരു പ്രത്യേക സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് അധികാരം കൊടുത്തത്? മൊട്ട പറയുകയാണ് ഈ പറയുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കുന്ന സമയത്ത് എന്തിനാണ്ട് അടിസ്ഥാനത്തിലാണ് കൊടുത്തത്? ആ പിഞ്ചു കുഞ്ഞിന് നീതി കിട്ടിയില്ലേ? അങ്ങനെ, അതായത് ആ കള്ളപ്പരാതി കൊടുത്തിട്ടില്ലേ 23 കാര്യം വെറുതെ പറയുന്ന മൊട്ട പറയുകയാണ്. കിളിക്കുഞ്ഞിയെ പോലെയല്ലേ ആ പൊന്നുമോൾ കംപ്ലൈന്റ് കൊടുത്തത്, ആ പൊന്നുമോൾക്ക് നീതി കിട്ടിയോ എന്ന് മൊട്ട പറയുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കൊടുത്തത് എന്ന് മൊട്ട പറയുകയാണ്. ആരാണ് മൊട്ടക്ക് അധികാരം കൊടുത്തത്? റേറ്റിങ്ങിന് വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ടും എന്തും വിളിച്ച് പറയാമെന്നാണോ? കോടതിയെ വിമർശിക്കാമെന്നാണോ? അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് കൂടുതലാണ് റിപ്പോർട്ടറിന്. നിങ്ങൾ നോക്കൂ, ഏഷ്യനെറ്റിന് വലിയ വ്യൂസ് ഇല്ല, റിപ്പോർട്ടറിനാണ് വ്യൂസ്. എന്ത് കള്ള വാർത്ത കൂടുതൽ പറയുന്നത് കൊണ്ട് സത്യത്തിനൊപ്പം നിൽക്കുന്നവർക്ക് വ്യൂസ് കുറവാണ്. എപ്പോഴും തന്നെയാണ് മൊട്ട നിക്കളി. അതായത് കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ മൊട്ടയും തീരും, മൊട്ടയുടെ ചാനലും തീരും. അത് ഞാൻ ഉറപ്പ് പറയുകയാണ്. ഓക്കെ, ആഷ്മി ഇന്നലെ 24ന്റെ ആഷ്മി ഇന്നലെ ചാവുകയാണ്. അങ്ങനെ ഞാൻ പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ 15 ദിവസമായി പോലീസ് പിറകിൽ പോയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കിട്ടിയിട്ടില്ലല്ലോ. അത് പാവം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ദൈവമുണ്ടല്ലോ കൂടെ, അതുകൊണ്ട് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ മാധ്യമത്തിന് മുമ്പിൽ ഈ പറയുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചായ കുടിച്ച് മാസടിക്കുമ്പോൾ ആഷ്മി കൊള്ളുകയാണ്. നമുക്ക് ആഷ്മി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, സ്ത്രീലമ്പടന്മാരെന്നൊക്കെ കടത്തിപ്പറഞ്ഞ് രാവിലെ തന്നെ രാഷ്ട്രീയ അജണ്ട സെറ്റാക്കൽ ആയുധം പ്രയോഗിച്ചു മുഖ്യമന്ത്രി. അതീവ ഗുരുതരമായ പരാതിയുമായി ഒരു പെൺകുട്ടി പിണറായിക്ക് മുന്നിൽ ഇരിക്കുമ്പോഴും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ആക്റ്റീവായ ഒരു MLA ഒറ്റ മുങ്ങിയൊരു മുങ്ങലാണ്. പാലക്കാട് പൊള്ളാച്ചി വഴി ബാഗലൂരു, അനക്കൽ, കെമ്പകൗട എന്നിങ്ങനെ പോലീസ് കാലുവന്ത മട്ടിൽ അലഞ്ഞു തിരിഞ്ഞതല്ലാതെ രോമത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല. 1, 2 ഒന്നുമല്ല. 15-ാം നാൾ പാലക്കാട് തന്നെ പൊങ്ങി വോട്ട് രേഖപ്പെടുത്തിയാൽ കാക്കി സുരക്ഷയിൽ ചായ കുടിച്ച് മാസ് കാണിച്ചെങ്കിൽ സർക്കാരെ, ആഭ്യന്തര വകുപ്പെ, പോലീസെ, നിങ്ങളുടെ നാണം കെട്ട പരാജയമാണ്. അറസ്റ്റ് ഒഴിവാക്കാൻ സകല കോടതികളിലും കയറിയിറങ്ങാൻ മാങ്കൂട്ടത്തിൽ സമയം കൊടുത്ത് ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ക്ഷേത്രക്കൊള്ള മറയ്ക്കാനുള്ള ഉപാധിയാക്കിയെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ എങ്ങനെ പഴിക്കാനാണ് ഈ പറയുന്ന സ്ത്രീ സുരക്ഷയും നൈതികതയും ഒക്കെ ഒരു വ്യാജം പറച്ചിലാണ് ഒക്കെയും. എന്റെ പൊന്നാസ്മിതിയെ ആ പെൺകുട്ടിയെ ന്യായീകരിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലൊരു മനുഷ്യനല്ലേ? അത് കള്ളക്കേസ് എന്ന് കോടതിക്ക് തന്നെ മനസ്സിലായി. കോടതി തന്നെ പറയുകയാണ് ഇതുള്ളതെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ജാമ്യം കൊടുക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗം എന്തുകൊണ്ട് ഹാസ്മി നീ സംസാരിക്കുന്നില്ല? പൈസക്ക് വേണ്ടിയിട്ടും നീയും ഇങ്ങനെ ആയ എന്തിനാണ്? അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു മനുഷ്യനല്ലേ? ആസ്മിക്ക് വാർത്ത കൊടുക്കാമല്ലോ. ഒരു സൈഡ് അതിജീവിതമൊക്കെ നിന്നിട്ട് മറ്റേ സൈഡിൽ പറയാമല്ലോ അങ്ങനെ ഒരു പെണ്ണുണ്ടോ, അങ്ങനെ ഒരു പെണ്ണ് ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത്, അങ്ങനെ ഒരു പെണ്ണുണ്ടോ എന്ന് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് ഈ പറയുന്ന ആസ്മിക്ക് സംസാരിക്കണം. ഇല്ല,
ഒരിക്കലും സംസാരിക്കൂല. അതിജീവിത എന്ന് പറയുന്ന പണ്ടാരത്തിന് ഇല്ലാത്ത 23-കാരിക്ക് വേണ്ടി മാത്രമേ ഇമാർ സംസാരിക്കുന്നു. കാരണം റേറ്റിംഗ് ആണ്, പൈസയാണ്, പൈസ മാത്രമാണ്, ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് പറയുകയാണ്. ആഷ്മിക്കറിയും സത്യമറിയും ഇല്ലാത്തതാണ്, തെരഞ്ഞെടുപ്പിന് വേണ്ടി CPM ഉം BJP യും കളിച്ചുണ്ടാക്കിയ കേസാണ്. ആഷ്മിക്കറിയും ബുദ്ധിയുണ്ടല്ലോ ആഷ്മിക്ക്. പക്ഷേ റേറ്റിങ്ങിന് വേണ്ടി പച്ചക്കളമ്പ് വിളമ്പുകയാണ് ആഷ്മി. പൊന്നുപ്രേക്ഷകരെ, അപ്പം ഞാൻ ഏതായാലും വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോയുമായി ഉടൻ വരാം.